അങ്ങനെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ചിലപ്പോ വാക്കുകൾ വഴയ്ക്കും. അപ്പൊ പിന്നെ ശേഖരൻ തമ്പുരാന്റെ പ്രസംഗത്തെ കുറിച്ച് ഓർക്കും. പിന്നെ കണ്ണും പൂട്ടി ഒറ്റ കാച്ച സദസ്സേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കും. ഗായത്രി എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. ഓ 4 വർഷം മുമ്പുള്ള ഇലക്ഷൻ കേട്ടതായിരിക്കും. എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരു 6 മാസം കൂടി കഴിഞ്ഞോട്ടെ, അപ്പോ കേക്കാം. അതിരിക്കട്ടെ, ഗായത്രി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഞാൻ വന്നത് ശ്രീകുട്ടിന്റെ ഒരു കാര്യമായിട്ടാ. ഈ ശ്രീകുട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? ഒരു 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാനതങ്ങ് മറന്നുപോയി. ആട്ടെ, ഞാനിപ്പോ എന്താ ഗായത്രിക്ക് ചെയ്തു തരേണ്ടത് പറഞ്ഞോ. ഡൽഹിയിൽ ആർമി വെൽഫെയർ അസോസിയേഷൻ ആവ എന്നൊരു സ്ഥാപനമുണ്ട് അത്രേ. കരസേന മേധാവിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആവയിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തി കൊടുക്കുമത്രേ. നിവേദനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സാർ എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ തരണം. അതിനെന്താ,